ജയ്ക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കളങ്കാവലിലെ മമ്മൂട്ടിയുടെ കഥാപാത്രവും സൈനൈഡ് മോഹനും തമ്മിലുള്ള ബന്ധം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതും പങ്കുവയ്ക്കുന്നതും ആ വിശേഷമാണ്. കളങ്കാവലിൻ്റെ ഒരു ഡീകോഡ്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കളങ്കാവലിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ 2 പടങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇതേ സൈനൈഡ് മോഹൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ കഥയും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു സംഭവം ഞാൻ അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് കളങ്കാവലിലോട്ട് പോവാം. കുപ്രസിദ്ധ സീരിയൽ കില്ലർ സൈനൈഡ് മോഹൻ്റെ ജീവിതം ഇൻസ്പയർഡായി വന്ന 2 സൃഷ്ടികളാണ് കണ്ടിട്ടുള്ളത്. അതിലൊന്ന് ദഹാദാണ്. ആനന്ദ് എന്ന സൈക്കോ സീരിയൽ കില്ലർ കഥാപാത്രത്തെ ഗംഭീരമാക്കി വളരെ അനായാസമായി കൈയടക്കത്തോടെ വിജയ് വർമ്മ ആവേശം അവതരിപ്പിച്ചു. സോനാക്ഷി സിൻഹ അവതരിപ്പിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വേഷവും ഏറെ മികച്ചതായിരുന്നു. ഇനി ഭഗ്വാദ് ചാപ്റ്റർ 1 വരാം. രക്ഷാസ്. അതിലെ സജീവ് ജീനെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി നേടിയെടുത്ത ജിതേന്ദ്രകുമാർ ആയിരുന്നു ഈ സിനിമയിലെ സീരിയൽ കില്ലർ വേഷം അവതരിപ്പിച്ചത്. ആ നടൻ്റെ റേഞ്ച് കാട്ടിത്തന്ന പ്രകടനമായിരുന്നു ആ സിനിമയിലെ അർഷദ് വാർസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇവിടെ അർഷദ് വാർസിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. ആ സിനിമയുടെ അവതരണം പോലെ തന്നെ ഒരു സദാ കഥാപാത്ര സൃഷ്ടിയാണ് അർഷദിന്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഭഗത് ചാപ്റ്റർ 1 രക്ഷാസ് എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ത്രില്ലർ എന്ന നിലയിൽ ചുമ്മാ കണ്ടിരിക്കാം. ജിതേന്ദ്രകുമാറിൻ്റെ പ്രകടനം മാത്രമാണ് ആകെ എടുത്തു പറയേണ്ട സംഗതി. സാധാരണ സീരിയൽ കില്ലർ വിഷയമായി വരുന്ന സിനിമ സീരീസുകളിൽ കണ്ടുവരാറുള്ള നിഗൂഢമായ വില്ലനിസം, ചിരി ഉൾപ്പെടെയുള്ള ക്ലീഷേ സൈക്കോ ചേഷ്ടകളൊന്നുമില്ലാതെ വളരെ കൂളായി കൺട്രോൾഡായിട്ടാണ് വിജയ് വർമ്മയും ജിതേന്ദ്രകുമാറും സൈനൈഡ് മോഹനുമായി സാമ്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ വേഷത്തിന് വേണ്ടതും അത്തരമൊരു സമീപനം തന്നെയായിരുന്നു. ഇനി കളങ്കാവൽ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം സൈനൈഡ് മോഹൻ്റെ ക്രിമിനൽ ജീവിതം ഇൻസ്പയർഡാണ്. മമ്മൂട്ടി എന്ന നടൻ ഗംഭീരമാക്കും എന്നുറപ്പുള്ള വേഷം. ആ ഒരു വേഷം അദ്ദേഹം എങ്ങനെ അവതരിപ്പിച്ചു എന്നറിയാനുള്ള ഒരു കൗതുകവും എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണിത്. ഒരു ടയർ 1 താരം ഇത്തരമൊരു വേഷം ചെയ്യാൻ മുന്നോട്ടിറങ്ങുക എന്നത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ്. കൂടെ വിനായകൻ്റെ പോലീസ് വേഷം. നമുക്ക് ആ ട്രെയിലറിൻ്റെ ഒരു ഡീകോഡിങ് കൂടി നമുക്ക് ഇവിടെ നടത്തി നോക്കാം. സൈനൈഡ് മോഹനൻ എന്ന സീരിയൽ സൈക്കോ കില്ലറുടെ കൂടുതൽ അഡിഷൻസ് ഉള്ള കഥയാണ് കളങ്കാവൽ. അതാണ് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നത്, ടീസറിൽ നിന്ന് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നത്. മോഹൻകുമാറിൻ്റെ ലൈഫ് പറയുന്ന, അതായത് വല്ലാത്ത കഥയുടെ എപ്പിസോഡിൽ ദക്ഷിണ കന്നഡയിലെ പ്രൊപ്പലർ ഫ്രണ്ടും ബജ്രംഗ് ദാളും തമ്മിലുള്ള വംശീയ കലാപത്തെ പരാമർശിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കളങ്കാവൽ സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നപ്പോൾ പറയുന്നത്. അതായത് കൂട്ടായിക്കോണം എന്ന സ്ഥലത്ത് 2 യുവാക്കൾ തമ്മിലുള്ള പ്രശ്നം ഒരു വംശീയ കലാപമായി മാറുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയുടെ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കർണാടകയിലെ പ്രൊപ്പലർ ഫ്രണ്ടും ബജ്രംഗ് ദാളും തമ്മിലുള്ള പ്രശ്നം പരാമർശിക്കുന്നത് കൂട്ടത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയുടെ മിസ്സിങ്ങിനെ തുടർന്ന് ആ വിഭാഗത്തിലെ ഒരു പൗര പ്രമുഖൻ മുസ്ലിങ്ങളായ യുവാക്കൾ നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളെ വലയിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന ലവ് ജിഹാദ് ആരോപണത്തോടെയാണ്. കളങ്കാവിലോട്ട് വരുമ്പോൾ സിനിമയിലെ ട്രെയിലറിൽ ഒരു മിസ്സിംഗ് കേസിനെ സംബന്ധിക്കുന്ന ഒരു കടലാസും അതിനു മുകളിൽ ഒരു സ്ത്രീയുടെയും 2 പുരുഷന്മാരുടെയും ഫോട്ടോകളും വെച്ചതായിട്ടുള്ള ഒരു വളരെ ചെറിയ ഡ്യൂറേഷനുള്ള ഒരു ഷോട്ട് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ സ്ത്രീയുടെ പേര് വിമല എന്നും അവരുടെ സഹോദരൻ്റെ പേര് വിമൽ എന്നുമാണ് കാണിച്ചിട്ടുള്ളത്. മറ്റൊരു പുരുഷൻ്റെ പടം കൂടി അതിനകത്തുണ്ട്. തൻ്റെ സഹോദരിയെ പ്രണയം നടിച്ച് വശത്താക്കുകയും സമുദായം മാറണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന തർക്കമാണ് പിന്നീട് ഈ കൂട്ടായിക്കോണത്തെ കലാപമായി മാറുന്നത് എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്.
സമാനമായൊരു സംഭവം സൈനൈഡ് മോഹൻ്റെ റിയൽ ലൈഫിലും ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അയാളുടെ ഒരു ഭാര്യയോട് മതം മാറാൻ പറഞ്ഞതിൻ്റെ പേരിൽ ബന്ധം പിരിയുന്ന സാഹചര്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. വിമൽ ഒരു വൈൽഡായ മനുഷ്യനാണെന്നാണ് ട്രെയിലറിലെ അയാളുടെ ഫോട്ടോകളിൽ നിന്നും കുഞ്ഞു കുഞ്ഞ് റെഫറൻസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളും തൻ്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയവനും തമ്മിലുള്ള അത്യാവശ്യം റോ ആയ ഒരു ഇഷ്യൂ ആയിരിക്കും കളങ്കാവലിൻ്റെ തുടക്കം. ഇപ്പോൾ ലാസ്റ്റ് റിലീസായിട്ടുള്ള ടീസറിലും കൂടുതൽ വിസിബിൾ ആവുന്നത് കൊലയിലെ ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥ തന്നെയാണ്. അതായത് ഈ ഒരു അവസ്ഥ ബാധിച്ച സൈനൈഡ് മോഹൻ്റെ, അതായത് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം സൈനൈഡ് മോഹൻ്റെ ലൈഫ് തന്നെയാണെന്നാണ്. വിനായകൻ്റെ ക്യാരക്ടറിന് മേലെ പറഞ്ഞ വിമലയുടെ സഹോദരൻ വിമലുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവാം. ഒരുപക്ഷെ അത് അയാൾ തന്നെ ആവുകയും ചെയ്യാം. കളങ്കാവൽ ഒരു കുറ്റാന്വേഷകനും കുറ്റാരോപിതനും അല്ലെങ്കിൽ കുറ്റവാളിയും തമ്മിലുള്ള ഇഷ്യൂ എന്നതിനപ്പുറം അതിലൊരു പേഴ്സണൽ ഇഷ്യൂവിൻ്റെ സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സൈനൈഡ് മോഹനൻ എന്ന സീരിയൽ സൈക്കോ കില്ലറുടെ കൂടുതൽ അഡീഷൻസ് ഉള്ള കഥയാണ് കളങ്കാവൽ എന്ന് നമുക്ക് ഇപ്പോൾ ടീസറിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വെയിറ്റിംഗ് ആണ് കളങ്കാവൽ സിനിമ കാണാൻ വേണ്ടിയിട്ട്. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.